ഉണ്ടായിട്ടുണ്ട്. നല്ല നല്ല ബിസിനസ് സാമ്രാജ്യങ്ങൾ കെട്ടിപ്പൊക്കിയ ആളുകൾ ഇന്ത്യയിലുണ്ട്. അവരുടെ എല്ലാം വാർത്തകൾ ഫിനാൻഷ്യൽ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്യും. എന്തെങ്കിലും ഒരിക്കൽ കേരളത്തിലെ അൻവറിനെ കുറിച്ച് ഒരു 2 പേജിൽ വേണ്ട 2 പാരഗ്രാഫിൽ ഏതെങ്കിലും ഒരു ഫിനാൻഷ്യൽ എക്സ്പ്രസിൽ എപ്പോഴെങ്കിലും ഒരു വാർത്ത വന്നിട്ടുണ്ടോ എന്ന് ഈ നാട്ടിലെ ജനങ്ങൾ ചിന്തിക്കണം, ചർച്ച ചെയ്യണം. അപ്പൊ ആരുടെ പണമാണ്? നിങ്ങൾ ഈ പറയുന്ന ജനാധിപത്യ മൂല്യങ്ങളില്ലാത്ത മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോയിലെ വലിയ അഴിമതിക്കാരായിട്ടുള്ള ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ വരെ കടന്നുകയറ്റം നടത്തിയിട്ടുള്ള ഈ സ്ഥലത്ത് കൊണ്ടുവന്ന് നിക്ഷേപിച്ചത് അൻവർ ആർക്ക് വേണ്ടിയിട്ടാണ്, ആരുടെ പണമാണ് എന്നതാണ് ചോദ്യം. അതാണ് ഞാൻ പറഞ്ഞത്. അൻവർ എന്ന് പറയുന്നത് പിണറായി വിജയൻ എന്ന് പറയുന്ന കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ കൂടെയുള്ള കള്ളൻ ശിവശങ്കരൻ, ജയിലിൽ പോയ കള്ളൻ ശിവശങ്കരനും കളവിന് നേതൃത്വം കൊടുത്ത ADGP അജിത് കുമാറും അൻവറും പിന്നെ കൊടുവള്ളിയിലെ വലിയ കള്ളക്കടത്തിന് നേതൃത്വം കൊടുത്ത കൊടുക്കാൻ കഴിവും പ്രാപ്തിയും തെളിയിച്ചിട്ടുള്ള കാരാട്ട് റസാഖും പിന്നെ ആദ്യമായിട്ട് റിസർച്ച് നടത്തിയിട്ട് ഈന്തപ്പഴത്തിന്റെ കുഴികളഞ്ഞ് അവിടെ സ്വർണത്തിന്റെ കുഴി വെച്ച് ഈന്തപ്പഴം എങ്ങനെ ഫലപ്രദമായിട്ട് രാജ്യത്തേക്ക് കൊണ്ടുവരാമെന്ന് റിസർച്ച് ചെയ്ത ജലീലും ഉൾപ്പെടെയുള്ള ഒരു വലിയ സംഘമാണ് കേരളത്തിലെ കള്ളക്കടത്ത് മാഫിയയ്ക്ക് നേതൃത്വം കൊടുത്തത്.